ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോണത് നോട്ട് എന്ന സീരീസിന്റെ എപ്പിസോഡ് 5 ആണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കം തന്നെ നമ്മൾ സംഗ്യനാക്കാൻ പോയത് ഓങ്സയും നാക്കിനും കൂടി ആയിരുന്നല്ലോ. സംഗ്യനാക്കി കഴിഞ്ഞിട്ട് ഇവര് കാറിലിരുന്ന് സംസാരിക്കാനായിട്ടാണ് കാട്ടണത്. ലൈക്ക് നമ്മുടെ ഓങ്സ് ചോദിക്കണ്ട്, നീ എന്തിനാണ് എന്നെ വിളിച്ചും കൊണ്ടുവന്ന, എന്നെ കൊണ്ടേ ആ കഫേയിൽ ഇറക്കാൻ നോക്ക് എന്ന് നമ്മുടെ ഓങ്സ പറയുമ്പോഴത്തേക്കും നാക്യം പറയുന്നുണ്ട്, കാരണം ഞാൻ സ്നേഹിക്കണ വ്യക്തി എന്റെ കൂടെ തന്നെ ഉണ്ടാവണം, അത് കാരണമാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന്. അപ്പൊ നമ്മളെ ഓങ്സ എനിക്ക് ചെറുതായിട്ട് ചിരിക്കണുണ്ട്. എന്നിട്ട് അവനടുത്തേക്കും പറയണ്ടേ, ഒന്നും മിണ്ടാതിരിക്കടാ അനാവശ്യം പറയാതെ എന്ന് പറയണുണ്ട്. അപ്പൊ നാക്കിം പറയണ്ടേ, എടാ ഞാൻ ശരിക്കും പറഞ്ഞതാ. അപ്പൊ ഓങ്സ പറയണ്ട്, നിനക്ക് ഇങ്ങനത്തെ അനാവശ്യമൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്കറിയാതെ നമ്മുടെ ഓങ്സ പറയുന്നുണ്ട്. അപ്പൊ നാക്കിം പറയട്ടെ, എടാ ഞാൻ നിന്റെ കാര്യത്തിൽ സീരിയസ് ആയിട്ടാ പറയണം, ഞാൻ തമാശയായിട്ടല്ലേ ഇത് എടുത്തേക്കണം. അപ്പൊ ഓങ്സ പറയുന്നുണ്ട്, എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ആൽഫനെ ഡേറ്റ് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് എന്ന് നമ്മുടെ ഓങ്സ അടുത്തേക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നാക്കിം പറയുന്നുണ്ട്, അപ്പൊ ഞാനാണല്ലേ നിന്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓങ്സ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതില് ആൽഫയില് നീയാണ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ നാക്കിനാണെങ്കിൽ ഒരുമാതിരി ജലസ് അടിച്ച് ദേഷ്യം വന്നവനിരിക്കണായിരുന്നു അവിടെ. എന്നിട്ട് നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ വന്നാലും അത് ഫസ്റ്റ് ആയിട്ടേ കൗണ്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവനാണെങ്കിൽ പിന്നെ ഫീലിങ്സിന്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ഓങ്സ് അടുത്തേക്കും പറയുന്നുണ്ട്, നീ ഒരു ടോട്ടലായിട്ട് ഫ്ലീട്ടിങ് ചെയ്യണേണെന്ന്. അപ്പൊ അവൻ നമ്മുടെ കൊച്ചിനെങ്ങാട് അപമാനിച്ചു വിട്ടു. നാക്കിനടുത്തേക്ക് അപ്പത്തേക്കും ഞാനോ എന്നിടത്തേക്ക് ചോദിക്കണ്ട്. അപ്പത്തേക്കും ഓങ്സ് ആണെങ്കിൽ കണ്ണും പൊട്ടി, അതേ നീ തന്നെ എന്ന് പറയണുണ്ട്. അതുകൂടാതെ നിനക്ക് മനുഷ്യനെയാണെങ്കിൽ നന്നായിട്ട് കയ്യിലെടുക്കാൻ അറിയാ എന്ന് നമ്മുടെ ഓങ്സക്കിനോട് പറയുന്നുണ്ട്. അപ്പൊ നാക്കിനാണെങ്കിൽ അതൊക്കെ എൻ്റെ ഒരു കഴിവാ എന്ന് പറയുമ്പോഴത്തേക്കും ഓങ്സ് ആണെങ്കിൽ ഒരുമാതിരി പുച്ഛിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്, ഞാൻ ഒരു പ്ലേ ബോയ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ നിരീക്ഷിക്കാൻ വേണമെങ്കിൽ. നമ്മുടെ ഓങ്സ് ഒരു ഓഫർ പോലെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഒരു ടെസ്റ്റ് വെക്കാം, അതിൽ നീ പാസ് ആവണമെങ്കിൽ പിന്നത്തുള്ള കാര്യം നോക്കാന്ന്. അപ്പത്തേക്കും നാക്കിന്റെ അടുത്തേക്കും പറയുന്നുണ്ട്, അത് ഇച്ചിരി കൂടുതലായി പോയില്ലേ. അപ്പൊ ഓങ്സ് അടുത്തേക്കും പറയും, എന്റെ സ്വയരക്ഷക്ക് അത് ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല എന്ന് നമ്മുടെ ഓങ്സ് നാക്കിനോട് പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ നാക്കിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ജസ്റ്റ് ഫ്രണ്ട്സിനെ കാട്ടി മേലല്ലേ, അപ്പൊ ഇതിനെന്ത് പറഞ്ഞു വിളിക്കാന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓങ്സ പറയുന്നുണ്ട്, നമുക്കിപ്പ ഇതിനെ ഫ്ലിrt ബഡീസ് എന്ന് വിളിക്കാന്ന് പറഞ്ഞു. അപ്പത്തേക്കും നാക്കിൻ പറയുന്നുണ്ട്, അതെന്താണ് അങ്ങനെ, നമ്മിപ്പൊ ചാറ്റ് ചെയ്യണല്ലേ. അപ്പത്തേക്കും ഓങ്സ പറയുന്നുണ്ട്, കാരണം ഇത് ഭയങ്കര ഡിഫറെന്റ് ആണ്, അതുകൂടാതെ ഞാനിങ്ങനെ ചാറ്റ് ചെയ്യണത് നിന്നോട് മാത്രമാണെന്ന് നമ്മുടെ ഓങ്സ നാക്കിനോട് പറയുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ നാക്കിനൊരു കള്ളച്ചിരി ഉണ്ടൊക്കെ. ഇങ്ങനെ ഇവര് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിനെ കുഞ്ഞു വിളിക്കണ്ട്, എവിടെയാണ് മെഡിസിൻ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നാക്കിൻ പറയുന്നുണ്ട്, ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ഇത് വെക്കം കൊണ്ടുവന്ന് തരാന്ന്. ഞങ്ങൾ സംഗ്യനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതായിരുന്നു, എൻ്റെ കൂടെ ഓങ്സ ഉണ്ട്, ഞാൻ വെക്കം തന്നെ അങ്ങാട് വരാന്ന് നമ്മുടെ നാക്കിൻ പറഞ്ഞിട്ട് കോള് കട്ടാക്കണ്ട്. എന്നിട്ട് നമ്മുടെ ഓങ്സിനോട് പറയുന്നുണ്ട്, ലൈക്ക് നാക്കിൻ ഇങ്ങനെ വെടി കൊണ്ടിട്ടുണ്ട്, അപ്പൊ അതിനുള്ള മെഡിസിൻ ആണ് ഇത്. അപ്പൊ നമ്മുടെ നാക്കിനാണെങ്കിൽ ചോദിക്കണ്ട്, പാസക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, പാസക്ക് ഇതറിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നാക്കിൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്നു ഫ്ലിrt ബഡീസിനും വീട്ടിൽ വരാം എന്ന്, അത് കൂടാതെ തന്നെ നിന്നെ കണ്ട പാസക്ക് ഭയങ്കര സന്തോഷമാകും, എൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നൂടെയെന്ന് നമ്മളെ നാക്കിൻ ഓങ്സിനോട് ചോദിക്കണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കെട്ടായിട്ട് നമ്മുടെ നാക്കിനും ഓങ്സയും കുഞ്ഞും കൂടി കുഞ്ഞിന്റെ വീട്ടിലിരിക്കാനായിട്ടാണ് കാട്ടണത്. നമ്മുടെ പാസ ഓങ്സിനോട് ചോദിക്കണ്ട്, എങ്ങനെയുണ്ട് വീടൊക്കെ, അടിപൊളിയല്ലേ എന്ന്. അപ്പൊ ഓങ്സയും അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പാസയാണെങ്കിൽ കുഞ്ഞിന്റെ അടുത്ത് പറയുന്നുണ്ട്, ലൈക്ക് ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കണമെന്ന്. അപ്പത്തേക്കും നമ്മുടെ കുഞ്ഞു ചോദിക്കണ്ട്, ലൈക്ക് നമ്മുടെ പാസയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അമ്മന്റെ കൂടെ ഇരുന്നിട്ട്, അത് എവിടെയാണെന്ന് നമ്മുടെ പാസിനോട് കുഞ്ഞു ചോദിക്കണ്ട്. അപ്പത്തേക്കും പാസ് എടുത്തേക്കും പറയുന്നുണ്ട്, ഞാൻ അതെല്ലാം പട്ടികൾക്ക് കൊടുത്തെന്ന്. അപ്പൊ കുഞ്ഞു പറയുന്നുണ്ട്, എടാ അത് എനിക്കുള്ളതല്ലേ, എനിക്ക് തരേണ്ടതല്ലേ, നീ എന്തിനാ പട്ടികൾക്ക് കൊടുക്കാൻ പോയാന്നും പറഞ്ഞ് നമ്മുടെ കുഞ്ഞവിടെ ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ സെർവന്റ് ലേഡി ഈ ഒരു കറി കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് കൊടുക്കണത്. അപ്പത്തേക്കും കുഞ്ഞ് ഈ കറി കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇതൊക്കെ പട്ടികൾക്ക് കൊടുത്തെന്നല്ലേ പറഞ്ഞത്. അപ്പത്തേക്കും നമ്മുടെ പാസ് പറയുന്നുണ്ട്, അതെ, നീ എപ്പോഴും ഒരു മനുഷ്യനെ കടിക്കണല്ലേ, അതാണ് ഞാൻ നിനക്ക് കൊണ്ടുവന്ന് വെച്ചുതരാൻ പറഞ്ഞത്. നമ്മുടെ പാസ് ആണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഊക്കി വിടണ്ട അങ്ങാട്. കുഞ്ഞാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടല്ല, അവൻ തന്നെ വിചാരിക്കണ്ടാവും ഏത് ടൈമിനാണ് ഈ ഫുഡ് തന്നെ എനിക്ക് കടിക്കാൻ തോന്നിയെന്ന്. പിന്നീട് നമ്മുടെ ഓങ്സ പാസിന്റെ അടുത്ത് ചോദിക്കണ്ട്, നിനക്ക് അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയൂലല്ലോ, ഇപ്പൊ നീ ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് എടുത്ത് കുക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു പാനെ കത്തിച്ച് വെക്കണ ആള് ഇതേപോലത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിഷ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മുടെ ഓങ്സ പാസിനോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പാസ് പറയുന്നുണ്ട്, ഇതെല്ലാം കുഞ്ഞിന്റെ അമ്മയാണ് ഉണ്ടാക്കിയത്, ഞാനാണെങ്കിൽ ജസ്റ്റ് എല്ലാ ഉരുളക്കിഴങ്ങും അരിഞ്ഞ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇത് നോക്ക്, അറിയില്ലാത്ത പണിക്ക് നിന്ന് കാരണം എന്റെ കൈ എഴുതി മുറിഞ്ഞ് എന്ന് നമ്മുടെ പാസ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പാസ പറയുന്നുണ്ട്, ഓങ്സ നീ പക്ഷെ നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യൂല. എന്നിട്ട് നമ്മുടെ നാക്കിന് നോക്കിയിട്ട് പാസ പറയുന്നുണ്ട്, നാക്കിൻ നിനക്കൊരു കാര്യം അറിയോ, ഇവനാണെങ്കിൽ നല്ല ബനാന കേക്ക് ഉണ്ടാക്കൂടാ, അടിപൊളി ടേസ്റ്റ് ആണ് എന്നും പറഞ്ഞ് നമ്മുടെ പാസ നാക്കിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു പറയുന്നുണ്ട്, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. അത് കേട്ടോണ്ട് നമ്മുടെ പാസ ഇപ്പൊ വായിന്ന് പറയാൻ വന്നത് പുറത്തിറക്കോ അല്ലെങ്കിൽ വായിന്ന് പറയാൻ വന്നത് അകത്തിറക്കോ
എന്നുള്ള രീതിക്കായിരുന്നു നിർണയിച്ചത്. എന്നിട്ട് നമ്മുടെ പാസ കുഞ്ഞിനോട് പറയണ്ട്, നിനക്കെന്താടാ കുഴപ്പം, ഞാനിവിടെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണല്ലേ. എന്നിട്ട് അവൻ പയ്യെ പറയുന്നുണ്ട്, ചിലപ്പോൾ എനിക്കല്ലെങ്കിൽ ഇവിടെ വേറെ ആർക്കെങ്കിലും അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലോ എന്ന് നമ്മുടെ ഓങ്സിനെ ഉദ്ദേശിച്ച് നമ്മുടെ പാസ പറയുന്നുണ്ട്. ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ നാപ്പിത് കയറി വന്നത് അങ്ങാട്. അപ്പോഴത്തേക്കും നമ്മുടെ പാസ നാപ്പിതിനോട് പറയുന്നുണ്ട്, വാ വന്നിരുന്ന് കഴിക്കുന്നു. അപ്പോഴത്തേക്കും നാപ്പിതിന് ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് അവൻ പറയുന്നുണ്ട്, എനിക്ക് വിശക്കല്ലാന്ന് പറഞ്ഞ് അവനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവന് നമ്മുടെ പാസ വിളിച്ചപ്പോൾ വന്നിരിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് അന്നത്തെ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ ഇൻസിഡന്റ് കാരണം പിന്നെ നമ്മുടെ കുഞ്ഞിനോടോ അഥവാ നാക്കിനോടോ നമ്മുടെ നാപ്പിത് മിണ്ടിയിട്ടില്ലല്ലോ. ഇത് മനസ്സിലായ നമ്മുടെ പാസ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, അവന് നിന്റെ അനിയനല്ലേ, നിനക്ക് എന്താണ് അവന്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ തല്ല് പിടിക്കണേന്ന് നമ്മുടെ പാസ ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ അവന് നിന്റെ അനിയനല്ലേ, അതുകൂടാതെ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ലൈക്ക് എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തെങ്കിൽ ഞാനൊരു നിമിഷം പോലും ഇവിടെ ആഗ്രഹിക്കൂല. അപ്പൊ നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട്, അതേപോലെ അല്ല ഇത്. അപ്പൊ പാസ് എടുത്തേക്കും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇച്ചിരി മനസ്സമാധാനത്തോടെങ്കിലും ഫുഡ് കഴിച്ചൂടെ എന്ന് ചോദിക്കണ്ട്. അപ്പൊ നമ്മുടെ നാക്കിനാണെങ്കിൽ വിഷയം മാറ്റാനായിട്ട് വാ നമുക്ക് ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് വിളിക്കണ്ട്. പിന്നെ അവിടുന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ നാപ്പിത് ഒറ്റയ്ക്കിരിക്കണായിട്ടാണ് കാട്ടണത്. നാട്ടിലേക്ക് നമ്മുടെ പാസയും ഒരു സിഗരറ്റ് പെട്ടിയായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഒരു സിഗരറ്റ് എടുത്തിട്ട് അവൻ വെച്ചിട്ട് ഒരു സിഗരറ്റ് ആണെങ്കിൽ നമ്മുടെ നാപ്പിതിന് കൊടുക്കണ്ട്. നമ്മുടെ നാപ്പിതാണെങ്കിൽ അത് വാങ്ങണമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാസ ലൈറ്റർ കത്തിച്ചുകൊണ്ട് നമ്മുടെ നാപ്പിതിന് കൊടുക്കുമ്പോൾ അതും വാങ്ങുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പാസ സംസാരിക്കുന്നുണ്ട്, ലൈക്ക് എന്ത് സ്ട്രേഞ്ച് ഫാമിലിയാണ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ നടന്നു പോകൂല, ഞാൻ എത്ര ക്യാപ്പബിൾ ആണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. ലൈക്ക് നമ്മുടെ പാസ് ആണെങ്കിൽ ഇവർ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേണ്. എന്നിട്ട് നമ്മുടെ പാസ് അവിടെ നിന്ന് നീച്ചും പോകുന്നുണ്ട്. അവിടെ നിന്ന് സിങ്കട്ടായിട്ടാണെങ്കിൽ നമ്മുടെ നാക്കിന് ഓങ്സനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നേക്കണേന്. അപ്പൊ നമ്മുടെ നാക്കിന് ഓങ്സ പോവാൻ നേരത്ത് ഓങ്സന്റെ കൈ പിടിച്ചിട്ട് പറയണ്ട്, ലൈക്ക് നീ എന്നോട് അടുക്കാൻ പേടിക്കണത് ആ ഒരു നാള് നിന്നെ ഇട്ടേച്ച് പോവാന്നുള്ളത് കൊണ്ടല്ലേ, കാരണം നീ ഒരു ബീറ്റയാണല്ലോ. ആ ഒരു പേടി നിന്റെ ഉള്ളിലുള്ള കാരണമാണ് നീ എന്നോട് അടുക്കാൻ പേടിക്കണേന്ന് എനിക്കറിയാം. പക്ഷേ നീ ഒരു ആൽഫ ആയിരുന്നാൽ പോലും ഞാൻ നിന്നെ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. ആരൊക്കെ നിന്നെ വിട്ട് പോവാൻ നോക്കിയാലും ഞാൻ സ്റ്റിൽ നിന്നെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഈ ഒരു ലോകാവസാനം ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പോലും ഞാൻ നിന്റെ കൂടെ മാത്രമേ നിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഓങ്സൻ ഇട്ടിട്ട് അങ്ങോട്ട് വീത്താൻ നോക്കണ്ട്. കഴിഞ്ഞ് നമ്മുടെ ഓങ്സ പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നന്നായിട്ട് സംസാരിച്ച് വീത്താൻ അറിയാം. അപ്പൊ നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്, ഇത് ഞാൻ സംസാരിച്ച് വീത്തണല്ല, ഇതൊക്കെ ശരിക്കും എന്റെ ഹാർട്ടിൽ നിന്ന് വന്ന വേർഡ്സ് ആണെന്ന് നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്. അടുത്ത പോയിന്റ്, ഇതൊക്കെ നമ്മുടെ ഓങ്സന്റെ കൈ പിടിച്ചിട്ടാണ് നാക്കിൻ പറയണത്. അപ്പൊ നമ്മുടെ ഓങ്സ പറയുന്നുണ്ട്, ഞാൻ ലേറ്റ് ആവും, ഞാൻ ഇപ്പൊ ഓടിയണെന്ന്, നീ എന്റെ പിന്നാലെ നടക്കാതെ കണ്ടാന്ന് നമ്മുടെ ഓങ്സ പറയുമ്പോ നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എന്റെ മൈൻഡ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ നിന്റെ പിന്നാലെ മാത്രമേ വരുള്ളൂ എന്ന് നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കെട്ടായിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ഫാമിലിയിലുള്ള മൊത്തം പേര് ഫുഡ് കഴിക്കണായിട്ടാണ് ഇരുന്ന് കാട്ടുന്നത്. നമ്മുടെ കുഞ്ഞു അച്ഛനാണെങ്കിൽ പുതിയ ബിസിനസിനെ പറ്റി സംസാരിക്കുകയും ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കണായിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ അച്ഛനാണെങ്കിൽ സംസാരിച്ച് പറയുന്നുണ്ട്, ഈ ഒരു ബിസിനസിന്റെ കാര്യത്തിന് പോകുമ്പോൾ നീ നാക്കിനെ അതേപോലെ തന്നെ നാപ്പിതിനെയും കൊണ്ടുപോയിക്കോളാൻ. നാപ്പിത് നിങ്ങളുടെ തന്നെയാണെങ്കിൽ അവനാണെങ്കിൽ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ഓരോന്ന് കണ്ട് പഠിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛനാണെങ്കിൽ നാപ്പിതിനോട് പറയുന്നുണ്ട്, നീ ഇവരോട് ഇനി വർക്ക് ചെയ്യാൻ പഠിക്കണമെന്ന്. നമ്മുടെ നാപ്പിതാണെങ്കിൽ ഓക്കെയും പറയുന്നുണ്ട്. ആ ഒരു ടൈമില് അമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ ബർത്ത്ഡേ അല്ലേ വന്നത്, നിനക്ക് എന്താ പ്ലാൻ ഉള്ളതെന്ന്. അപ്പത്തേക്കും നമ്മുടെ കുഞ്ഞെടുത്തേക്കും പറയുന്നുണ്ട്, കുറെ അധികം വർക്കില് ബിസി ആയതുകൊണ്ട് അതൊന്നും ഞാൻ ആലോചിക്കണില്ല. അപ്പത്തേക്കും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ബർത്ത്ഡേ ആയിക്കോട്ടെ, അതും നമ്മുടെ ഫാമിലിയും ബിസിനസ്സിലും ഒരു പങ്കുള്ളതാണ്, നീ അതിനെക്കുറിച്ചും പ്ലാൻ ചെയ്യണമെന്ന് നമ്മുടെ അച്ഛനടുത്തേക്കും കുഞ്ഞിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞാണെങ്കിലും ഓക്കെയും പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അമ്മ പാസനോട് പറയുന്നുണ്ട്, നീ എന്നെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പത്തേക്കും നമ്മുടെ പാസ ഓക്കെ. പിന്നെ അവിടുന്ന് സിംഗട്ടായിട്ടാണെങ്കിൽ നമ്മുടെ കുഞ്ഞും ഓങ്സയും നാപ്പിതും അതേപോലെ തന്നെ ബോഡി ഗാർഡും ഇരിക്കണായിട്ടാണ് കാട്ടണത്. അവിടെയാണെങ്കിൽ നമ്മുടെ പാസയും കുഞ്ഞും ബിസിനസിനെ പറ്റി സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ബിസിനസ് പേപ്പർ ആണെങ്കിൽ ഇരുന്ന് റോക്കറ്റ് ഉണ്ടാക്കി നമ്മുടെ നാപ്പിതാണെങ്കിൽ അത് പറത്തി വിടുന്നതാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ പാസ നാപ്പിതിനെ ചീത്തയും പറയുന്നുണ്ട്. നാപ്പിതാണെങ്കിൽ സോറിയും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ പിന്നെയും ബിസിനസിനെ പറ്റി സംസാരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പാസ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ ഓങ്സനെ കൊണ്ടുവന്നോട്ടെ, അവനൊരു കഫേ ഉള്ളതല്ലേ ഗൈസ് പിന്നില്ലേ. ഈ ഒരു കഫേ എന്ന് പറയുന്നത് ഓങ്സന്റെ ആണ്. അവിടെ പണിയെടുക്കണ ചെറുക്കനാണ് ആ ഓണർ ചെക്കൻ കേട്ടോ. ഈ ഒരു സീനിലാണ് ആ ഒരു കഫേ ഓങ്സന്റെ ആണെന്ന് പറയണത്. അപ്പത്തേക്കും കുഞ്ഞെടുത്തേക്കും പറയുന്നുണ്ട്, ആ ഓങ്സനെ കൊണ്ടുവന്നേനാ എന്തായാലും എന്റെ ബ്രദർ ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പത്തേക്കും നമ്മുടെ പാസ് പറയുന്നുണ്ട്, ഞാൻ ചിന്തിച്ചു തന്നെയായിരുന്നു നീയും ചിന്തിച്ചായിരുന്നു. അപ്പൊ കുഞ്ഞെടുത്തേക്കും പറയുന്നുണ്ട്, ലൈക്ക് ബീറ്റാസ് എല്ലാം ഒരു ഔട്ട്സൈഡേഴ്സിനെ പോലെയാണ് ഈ ഒരു ആൽഫന്റെയും ഒമേഗന്റെയും കൂട്ടത്തില് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാസ് എടുത്തേക്കും ചോദിക്കണ്ട്, ഞാൻ ഒരു ബീറ്റ ആയിരുന്നെങ്കിലോ എന്ന്. അപ്പൊ നമ്മുടെ കുഞ്ഞാണെങ്കിൽ ലൈക്ക് ഈ ഒരു ബീറ്റ ആയിരുന്നെങ്കിൽ നമ്മ തമ്മിൽ കാണാൻ പോലും ഒരു ചാൻസ് ഉണ്ടാവത്തില്ല എന്ന് നമ്മുടെ കുഞ്ഞെടുത്തേക്കും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ചെറുക്കന് ചെറുതായിട്ട് അങ്ങോട്ട് സങ്കടവും വരുന്നുണ്ട്.
അവൻ എണീച്ച് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞ് അവനവിടെ പിടിച്ചിരുത്തുണ്ട്. ആ ഒരു ടൈമിലായിരുന്നു നാക്കിനും വന്നേച്ചത്. പിന്നെ അവരിരുന്ന് സംസാരമായി. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ ഈ ഒരു അച്ഛന് നമ്മുടെ പ്യുവർ ഒമേഗനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൂടാതെ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട് ഇതേപോലെ പ്യുവർ ഒമേഗയും അതേപോലെ തന്നെ ട്രൂ ആൽഫയും കൂടി ബോണ്ടഡ് ആയി കഴിഞ്ഞ് അവർക്കൊരു കൊച്ചുണ്ടാവണമെങ്കിൽ അതൊരു എനിഗ്മ ടൈപ്പ് ആയിട്ടേ വരുള്ളൂ എന്ന്. നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഇപ്പൊ എന്തായാലും ബോണ്ടഡ് അല്ലേ. ഒരു പ്യുവർ ഒമേഗാന നമുക്ക് നാക്കിനെ കൊണ്ട് എന്തായാലും ബോണ്ടാക്കണമെന്ന് നമ്മുടെ അച്ഛൻ അവിടെ പറയുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ നമ്മുടെ ഒരു ബാറാണ് കട്ടണത്. അവിടെ നമ്മുടെ നാപ്പിതും അമിന്ദ്രയും കൂടി സംസാരിക്കാനായിട്ടാണ്. ലൈക്ക് ഫസ്റ്റിലെ അവരൊരു ബന്ധമില്ലാത്ത കുറച്ച് കോമഡി ടൈപ്പ് ഉള്ളതാണെന്ന് സംസാരിച്ചത്. പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അമിന്ദ്രന്റെ ഫാമിലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ അമിന്ദ്രക്കാണെങ്കിൽ അമ്മനെ കൊണ്ടുള്ള ശല്യം മതിയായി, അമ്മനെ കൊണ്ട് അവള് തോറ്റിരിക്കണേന്നുള്ള രീതിക്ക് അവിടെ പറയുന്നുണ്ട്. നമ്മുടെ നാക്കിനാണെങ്കിൽ ഇത് കേട്ടിരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ അമിന്ദ്ര പറയുന്നുണ്ട് ലൈക്ക് അവൾക്ക് അവളുടെ സെക്രട്ടറിനോട് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ചില നേരത്താണെങ്കിൽ അവൾ എന്നെ മനസ്സിലാക്കാതിരിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ ലൈക്ക് നമ്മുടെ അമിന്ദ്ര പറയുമ്പോഴത്തേക്കും നാക്കിൻ പറയുന്നുണ്ട് അത് ചിലപ്പോൾ നീ അവൾക്ക് മുൻഗണന കൊടുക്കാത്തതായിരിക്കും അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. നീ ആദ്യം അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അപ്പം നിനക്ക് ഓരോന്ന് മനസ്സിലാവുമെന്നും പറഞ്ഞ് നമ്മുടെ നാക്കിനാണെങ്കിൽ കുറച്ച് അഡ്വൈസസ് ഒക്കെ കൊടുക്കണ്ട് അവിടെ. പിന്നെ അവിടെ നിന്ന് സീൻ കെട്ടായിട്ടാണെങ്കിൽ നമ്മുടെ നാപ്പിതിരിക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണ് വന്നിട്ടാണെങ്കിൽ സെഡ്യൂസ് ചെയ്യാൻ നോക്കണമായിരുന്നു. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ നാപ്പിതിന്റെ ദേഹത്തേക്ക് അറിയാതെ ഒന്ന് ഡ്രിങ്ക്സ് കൊട്ടിപ്പോവുകയും ചെയ്യും. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നാപ്പിതാണെങ്കിൽ വെള്ളപ്പിടിച്ച് എണീപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നുള്ള രീതിക്ക് അവൻ സംസാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ നാപ്പിതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സംജ്ഞ വന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം റൊമാൻസ് ചെയ്യാൻ നോക്കണതാണ്. നമ്മുടെ നാപ്പിതാണെങ്കിൽ അതിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സംജ്ഞ അവിടെ ഇരുന്നേക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നാപ്പിതാണെങ്കിൽ അത് ചിലപ്പോൾ നല്ലതായിരിക്കും എന്നുള്ള രീതിക്ക് സംസാരിച്ചിട്ട് പിന്നെ അവരുടെ കുറച്ച് റൊമാൻസ് ആയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ കുഞ്ഞിന്റെ അമ്മക്കാണെങ്കിൽ നമ്മുടെ ഓങ്സന പാസ വന്നിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ടാണ്. ലൈക്ക് ഇങ്ങനെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ ഓങ്സന്റെ ഈ ഒരു ബനാന കേക്ക് അതേപോലത്തേക്ക് സാധനങ്ങളാണല്ലോ ചൂസ് ചെയ്തേക്കണം. അപ്പൊ നമ്മുടെ അമ്മയും ഓങ്സയും കൂടി ഇന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസയാണെങ്കിൽ ഞാൻ റെസ്റ്റ് റൂം യൂസ് ചെയ്തിട്ടും വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് എണീച്ച് പോവുന്നുണ്ട്. നമ്മുടെ പാസയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ബാൽക്കണീൻ്റെ അവിടെ പോയി നിന്നിട്ട് അവന്റെ അച്ഛനെ കുറിച്ച് ചിന്തിക്കണേണ്. ലൈക്ക് ഇതേപോലെ ആൽഫന്റെ ഒമേഗന്റെ അതേപോലെ തന്നെ ഞാൻ കടിച്ചെന്നറിയോ അങ്ങനെയൊക്കെ ഓരോ ചിന്തിച്ചിരിക്കുമ്പോ അങ്ങോട്ടാണെങ്കിൽ നമ്മുടെ അമ്മ വന്നുണ്ട്. അമ്മ വന്നിട്ട് പറയണത് നമ്മുടെ ഓങ്സ പോയെന്നാണ്. ലൈക്ക് ഓങ്സന്റെ കഫേയിൽ നിന്ന് കുറച്ച് ഓർഡേഴ്സ് വന്നപ്പോൾ അവൻ എന്തായാലും വെക്കാൻ പോകേണ്ടി വന്ന്. അതുകൂടാതെ അമ്മ പറയുന്നുണ്ട് നിനക്ക് കുറച്ച് പൂസ് അറേഞ്ച് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ പാസ് ചോദിക്കുന്നുണ്ട് എന്ത് ഫ്ലവേഴ്സ് എന്ന്. അപ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് ലൈക്ക് ഇങ്ങനെ കുഞ്ഞിന്റെ സ്റ്റഡി റൂമിലൊക്കെ വെക്കാനാണ്. പിന്നെ അവിടുന്ന് സീൻ കട്ടായിട്ട് പാസ് അമ്മയും കൂടി ഇരുന്ന് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ടാണ്. അപ്പൊ നമ്മുടെ അമ്മയാണെങ്കിൽ പാസിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നിനക്കും അതിനു വേണ്ടി ഫ്ലവേഴ്സ് ഉണ്ടാക്കി റൂമിൽ വെച്ച് കൊടുത്തുകൂടെയെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ പാസ് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നോക്ക് എനിക്കൊരു നല്ല പൂ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണെന്നൊക്കെ നമ്മുടെ പാസ് ഓരോന്ന് പറയുമ്പോ അവൻ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് കുഞ്ഞാണെങ്കിൽ അതൊന്നും കെയർ പോലും ചെയ്യത്തില്ല എന്ന്. നമ്മുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ സോൾമേറ്റ്സിന്റെ ഒക്കെ എടുക്കാം. അപ്പൊ നമ്മുടെ പാസ് പറയുന്നുണ്ട് നമ്മൾ സോൾമേറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കാണാനായിട്ട് ഒരു ചാൻസ് ഇല്ല. അപ്പൊ നമ്മുടെ അമ്മ പറയുന്നുണ്ട് നീ എന്തിനാടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പാസ പറയുന്നുണ്ട് കുഞ്ഞാണ് അങ്ങനെ പറഞ്ഞതെന്ന്. നമ്മുടെ അമ്മയാണെങ്കിൽ ഇതൊരുമാതിരി വിശ്വസിക്കാതിരിക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ ആന്ന് പറയുന്നുണ്ട്. നമ്മുടെ അമ്മയാണെങ്കിൽ പിന്നെ സോൾമേറ്റ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ പാസ പറയുന്നുണ്ട് നമ്മൾ സോൾമേറ്റ്സ് ആവാ, പക്ഷെ നമ്മൾ ലവ് ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കില എന്ന് നമ്മുടെ പാസ പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ലവ് തുടങ്ങണതിന് മുമ്പ് എന്നെ വിധി ചെയ്തല്ലേ, നിങ്ങളുടെ ലവ് ആണെങ്കിൽ തുടങ്ങട്ടെ എന്ന് രണ്ടുപേരും പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കെട്ടായിട്ട് നമ്മുടെ കുഞ്ഞ് ഓഫീസിലിരിക്കണായിട്ടാണ് കാട്ടണത്. അപ്പൊ നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ആ ഒരു ടൈമിനാണ് നമ്മുടെ പാസ് എന്തോ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. നമ്മുടെ കുഞ്ഞാണെങ്കിൽ ആ ഫോൺ കോളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന്. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ പാസ് ആണെങ്കിൽ ആ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനം അതേപടി ബോഡി കാർഡിന്റെ അടുത്ത് കൊടുത്തിട്ട് അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കെട്ടായിട്ടാണെങ്കിൽ നമ്മുടെ ഓങ്സിന്റെ കഫേയാണ് കേട്ടണത്. അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഓണർ ചെക്കനും ഓങ്സയും പാസയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കണേണ്. നമ്മുടെ പാസയാണെങ്കിൽ ആ ഫാമിലിനെയും കുറ്റം പറയുന്നുണ്ട്, അതേപോലെ തന്നെ കുഞ്ഞിനെയും കുറ്റം പറയുന്നുണ്ട്. ലൈക്ക് കുഞ്ഞാണെങ്കിൽ കുറെ സീക്രറ്റ്സ് ഒക്കെ മറച്ചു വെക്കണ, അവരാണെങ്കിൽ ഒന്നും പറയണില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സംജ്ഞ അങ്ങോട്ട് കയറി വരികയും ചെയ്യുന്നുണ്ട്. സംജ്ഞ കഫേയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ വണക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഓങ്സ് പറയുന്നുണ്ട് അത് ബനാന കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓങ്സോ സംജ്ഞാന് കേക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സംജ്ഞ പറയുന്നുണ്ട് ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയാണ്, നീ എനിക്ക് റെസിപ്പി പറഞ്ഞുതരുമോ എന്ന്. അപ്പോഴത്തേക്കും ഓങ്സ പറയുന്നുണ്ട് ഇല്ല പറ്റില്ല, ഇതെന്റെ അമ്മന്റെ റെസിപ്പിയാണ്, അമ്മന്റെ ഫിറോമോൺസും എക്സാക്ട് ഈ ഒരു സ്മെല്ലാണെന്ന് നമ്മുടെ ഓങ്സ പറയുന്നുണ്ട്. ആ ഒരു ടൈമിനായിരുന്നു നാക്കിന് അങ്ങാട് വന്നത്. നമ്മുടെ പാസയാണെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണല്ല. അപ്പൊ നമ്മുടെ പാസിനെ അന്വേഷിച്ചുള്ള ആ വരവാണ് കാണുന്നത്. നമ്മുടെ നാക്കിനെ കണ്ടപ്പോ പാസ ഓണർ ചെക്കനെ വിളിച്ചിട്ട് ഓടുകയും ചെയ്ത്, അതേപോലെ തന്നെ ഓങ്സി ആണെങ്കിൽ അവിടെ നിന്ന് ഓടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാക്കിനാണെങ്കിൽ സംജ്ഞന്റെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും സംജ്ഞന്റെ ഫിറോമോൺസ് റിലീസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നാക്കിൻ പറയുന്നുണ്ട് ഇവിടെ എന്താ ചില്ലി സോസിന്റെ മണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്.
നമ്മുടെ സംഖ്യ എന്തോ പോലെ ആയിട്ട് നമ്മുടെ ബനാന കേക്ക് ഓങ്സ് ഉണ്ടാക്കിയത് കൊടുക്കണ്ട്, ഇത് ഓങ്സ് ഉണ്ടാക്കിയാണെന്നും പറഞ്ഞിട്ട്. നമ്മുടെ നാക്കിനാണെങ്കിൽ ഓങ്സിനെ വെള്ളമാക്കിക്കൊണ്ടാണ് ആ ഒരു ബനാന കേക്ക് കഴിക്കണത്. ആ ഒരു ടൈമിലാണ് നമ്മുടെ സംഖ്യോ നാപ്പിതിനെ കാണുന്നത്. സംഖ്യയാണെങ്കിൽ നാപ്പിതിനെ കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് എണീച്ചോടുണ്ട്. അപ്പൊ അതിനർത്ഥം അവർക്കിടയിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന്. ബട്ട് ഞാൻ വിചാരിക്കണതല്ല ഗൈസ്, ഈ എന്തെങ്കിലും നടന്നു കഴിയുമ്പോഴത്തേക്കും അപ്പത്തേക്ക് എടുത്ത് ഓടണം എന്താന്നാണ് ഞാൻ വിചാരിക്കണത്. ആണെങ്കിൽ ആദ്യം നമ്മുടെ കുഞ്ഞിന്റെ അടുത്ത് നോടാൻ നോക്കി, പിന്നീട് ഓങ്സ് നാക്കിന്റെ അടുത്ത് നോടാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ സംഖ്യയാണെങ്കിൽ നാപ്പിതിന്റെ അടുത്ത് നോടാൻ തുടങ്ങിയിരിക്കണേണ്. പിന്നീട് നമ്മുടെ പാസനെ ഓണർ ചെക്കനെയാണ് കാട്ടണത്. ഓണർ ചെക്കനാണെങ്കിൽ അതിന്റെ അകത്ത് ഇരുന്നിട്ട് നമ്മുടെ കുഞ്ഞിന്റെ സൈഡ് പിടിച്ചിട്ടാണ് അവൻ സംസാരിക്കണത്. നമ്മുടെ പാസണെങ്കിൽ ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്, എന്താടാ നിനക്ക് വേൾഡ് വാർ 3 വേണോ എന്നുള്ള രീതിക്ക്. ഞാൻ ചോദിക്കണതുകൊണ്ട് നിനക്ക് എന്താ ഫൈറ്റ് വേണോ എന്ന്. അപ്പൊ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തടി തപ്പാൻ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്, എന്റെ അച്ഛനാണെങ്കിൽ ചിലർക്ക് വീട്ടിൽ വരാൻ വൈകുമ്പോ എന്റെ അമ്മയാണെങ്കിൽ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യും. എന്റെ അച്ഛൻ പറഞ്ഞത് അമ്മ ജലസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേന്ന്. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ പാസിന്റെ അടുത്ത് ചോദിക്കേണ്ടത് നീ ഹോട്ടലിലെ കാര്യം ചിന്തിച്ചും കൂടെ ഇരിക്കണേന്ന്. അപ്പൊ നമ്മുടെ പാസാണെങ്കിൽ ചെക്കൻ്റെ അങ്ങാട് ചീത്ത പറഞ്ഞ് ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ നമ്മുടെ ഓങ്സ നാക്കിന്റെ അവൻ ഉണ്ടാക്കിയ കുറച്ച് കേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇത് അമ്മക്ക് കൊണ്ടേ കൊടുക്കണമെന്ന് പറയണേണ്. നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട് അമ്മ ഇത് കണ്ട എന്തായാലും സന്തോഷിക്കുമെന്ന്. പിന്നീട് നമ്മുടെ നാക്കിനാണെങ്കിൽ പറയുന്നുണ്ട് ഇത് മാത്രമുള്ള അമ്മക്ക് വേണമെങ്കിൽ നിനക്ക് തന്നെ ഒരു മരുമോളായിട്ട് വന്നൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് എടാ അനാവശ്യം പറയണത് നിർത്തടാ എന്നുള്ള രീതിക്ക്. എന്നിട്ട് നമ്മുടെ നാക്കിനാണെങ്കിൽ പറയുന്നുണ്ട് ലൈക്ക് ഈ ഫ്ലിർട്ട് ചെയ്യണ ബഡീസ് ഭയങ്കര ബോറിംഗ് ആണ്, നമുക്കത് അപ്ഗ്രേഡ് ചെയ്ത് കിസ്സിങ് പാർട്ട്നേഴ്സ് ആയാലോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ നാക്കിനാണെങ്കിൽ ഓങ്സിനെ കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ നാപ്പിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത്. നാപ്പിതാണെങ്കിൽ ലൈക്ക് ചോദിക്കുന്നുണ്ട് എടാ പരസ്യമായിട്ട് നിനക്കൊക്കെ കിസ് ചെയ്യാൻ നാണൂല്ലേ എന്നുള്ള രീതിക്ക്. നാപ്പിത് അവിടെ നിന്ന് നടന്നും പോകുന്നുണ്ട്. നാപ്പിത് നടന്നു പോകുമ്പോ നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഫ്രണ്ടിന്റെ സംജ്ഞയുടെ സ്മെല്ല് നാപ്പിതിന്റെ കിട്ടുന്നുണ്ട്, ലൈക്ക് നമ്മുടെ സംജ്ഞയുടെ ഫിറമോണിന്റെ സ്മെല്ല്. അപ്പൊ നമ്മുടെ ഓങ്സ് പറയുന്നുണ്ട് അവരെന്തായാലും ഒരുമിച്ച് കാണാൻ ഇങ്ങനെ ചാൻസ് ഉണ്ടാവൂല എന്ന്. അപ്പൊ നമ്മുടെ നാക്കിത് സമ്മതിച്ചു കൊടുക്കണ്ട്. എന്നിട്ട് നമ്മുടെ നാക്കിത് പറയുന്നുണ്ട് എന്നാ എനിക്കൊരു ബീറ്റിന്റെ സ്മെല്ല് ചെയ്യണോന്നും പറഞ്ഞിട്ട് നമ്മുടെ നാക്കിനാണെങ്കിൽ ഓങ്സിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഓങ്സ് ആണെങ്കിൽ തള്ളി മാറ്റുന്നുണ്ട്. പിന്നീട് നമ്മുടെ കുഞ്ഞാണെങ്കിൽ പാസിന്റെ ഫിറമോൺസ് സ്മെൽ ചെയ്തിട്ട് ആ ഒരു ഓങ്സിന്റെ കഫയിലോട്ട് വന്നതാണ്. ലൈക്ക് പാസ് ആണെങ്കിൽ ഒന്നും പറയാണ്ട് തല്ലി പിടിച്ച് പോയേക്കണേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞാണെങ്കിൽ വന്ന് കയറി ഉടനെ തന്നെ ഓങ്സിന്റെ അടുത്തേക്കാണ് ചോദിക്കുന്നത് നിന്റെ ഫ്രണ്ട് എവിടെയെന്നും ചോദിച്ചിട്ട്. ഓങ്സ പറയുന്നുണ്ട് അവൻ ഇവിടെ ഇല്ലയാന്ന്. അപ്പത്തേക്ക് നാക്കിൻ പറയുന്നുണ്ട് കുഞ്ഞിന് എന്തായാലും നമുക്ക് പറ്റിക്കാൻ പറ്റൂല നീ പറയുന്നു. അതിനു മുമ്പ് തന്നെ നമ്മുടെ പാസിന്റെ സ്മെല്ല് കിട്ടിയിട്ട് അങ്ങാടേക്ക് നമ്മുടെ കുഞ്ഞ് പോണ്ട്. നമ്മുടെ ഓണർ ചെക്കനാണെങ്കിൽ കുഞ്ഞ് പിന്നെ വിഴുങ്ങോ എന്നുള്ള രീതിക്ക് നോക്കിയിട്ട് എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോണ്ട്. പിന്നീട് നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വീട്ടിൽ വരണം എന്ന്. അപ്പത്തേക്കും നമ്മുടെ പാസ് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാണെങ്കിൽ പാസിനെ പിടിച്ച് ആ ഒരു ടേബിളിന്റെ പൊക്കത്തായിട്ട് ഇരുത്തുന്നുണ്ട്. എന്റെ പാസിനോട് സംസാരിക്കുമ്പോ പാസ പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിലേക്ക് വരൂല, ആ വീട് എന്റെ അല്ല. അത് കൂടാതെ നമ്മുടെ പാസ മറ്റേ ഹോട്ടലിലെ കാര്യവും പറയുന്നുണ്ട് എപ്പോഴും ഹോട്ടലിൽ നിൽക്കണ ഒരാളിനോട് ഞാൻ എന്തിനാ വന്ന് നിൽക്കണ എന്നുള്ള രീതിക്ക്. അപ്പൊ നമ്മുടെ കുഞ്ഞാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഹോട്ടലിൽ നിൽക്കാനൊരു കാരണം ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ പാസ എനിക്ക് ആ കാരണം അറിയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാസ് അവിടെ കിടന്ന് കരയുണ്ട്. അവൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കരയണ്ട, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്നും പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് കിടന്ന് കരയുണ്ട്. എന്നിട്ട് നമ്മുടെ കുഞ്ഞാണെങ്കിൽ പാസനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കൂടാതെ കുഞ്ഞ് പാസനെ കിസ്സും ചെയ്യുന്നുണ്ട്. പാസിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ കാരണമില്ലേ നിനക്ക് വേണമെങ്കിൽ എന്നെ അടിക്കുക, എത്ര പ്രാവശ്യം വേണമെങ്കിലും അടിച്ചോന്നും പറഞ്ഞിട്ട് നമ്മുടെ പാസനെ പിന്നെയും കിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ നൈറ്റ് പാസയും കുഞ്ഞും കൂടി ഇരിക്കാനായിട്ടാണ് കാട്ടുന്നത്. അവനാണെങ്കിൽ ആ ഹോട്ടലിലുള്ള ഒരു ബിസിനസ് ട്രിപ്പിനായിരുന്നു പോയത്. വരുമ്പോ തന്നെ നമ്മുടെ പാസിന്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ ഹോട്ടലില് ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്, നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ പാസിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാസ് ആണെങ്കിൽ അമ്പിനും വില്ലിനും അടക്കാത്ത കാരണം നമ്മുടെ കുഞ്ഞ് ചോദിക്കണ്ട് നീ എന്താ ജലസ് ആണെന്നുള്ള രീതിക്ക്. ഇപ്പൊ പാസ പറയുന്നുണ്ട് ഇല്ല എന്ന്. എന്നിട്ട് കുഞ്ഞാണെങ്കിൽ നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ഹോട്ടലിൽ പോകുമ്പോഴത്തേക്കും നിന്റെ ഒരു ഷർട്ടും കൊണ്ടുപോകാറുണ്ടെന്ന്. അപ്പൊ നമ്മുടെ പാസ് പറയുന്നുണ്ട് വട്ടൻ എന്നുള്ള രീതിക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ട് പക്ഷെ നിന്റെ കാര്യം നോക്ക്, നീ എന്റെ ഷർട്ടല്ലേ എടുത്തിട്ടേക്കണേന്ന്. അപ്പൊ നമ്മളെ പാസ് എനിക്ക് അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് തടി തപ്പാൻ നോക്കണ്ട്. പിന്നീട് നമ്മുടെ കുഞ്ഞു ചോദിക്കണ്ട് നിന്റെ വെയിറ്റ് കുറെ കുറഞ്ഞല്ല, ഞാനത് കൂട്ടിത്തരാന്ന്. ലൈക്ക് ചെക്കൻ ഉദ്ദേശിച്ചത് വേറെ കാര്യമാണ്. നമ്മുടെ പാസ് ചോദിക്കണ്ട് എന്താണ് സ്നാക്സ്, അങ്ങനെ വല്ല ഫുഡ് ഐറ്റംസ് ആണോന്ന് ചോദിക്കണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞാണെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞിട്ട് അവനാണെങ്കിൽ പാസറെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് ഫുള്ളായിട്ട് ഇന്റിമേറ്റ് ആവാനായിട്ടാണ് കാട്ടുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ 5th എപ്പിസോഡ്. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.